ജന്തർ മന്ദറിൽ പോലീസിന്റെ ബാരിക്കേഡ്, അതിക്രമങ്ങൾ, ഇന്റർനെറ്റ് വിച്ഛേദം, അങ്ങനെ പലതരത്തിൽ സമരത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചു. പക്ഷേ പ്രതിഷേധം തുടർന്നു. പ്രതിഷേധിക്കാൻ പൊതുജനങ്ങൾക്ക് എന്താണ് അവകാശം? കോഡ് പരിശോധിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പ്രകാരം തന്നെ നമുക്ക് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായ മൗലിക അവകാശത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ഈ പറയുന്ന നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ഭാഗമായി വരുന്നതാണ്. സ്വാഭാവികമായും നിരവധി സുപ്രീം കോടതി വിധികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധിയായ വിധികളുണ്ട്. നിങ്ങൾക്ക് സമാധാനപരമായി സമരം ചെയ്യാനുള്ള അവകാശം അത് ഏതൊരു പൗരനും ഇന്ത്യൻ പൗരനും തന്റെ മൗലികാവകാശത്തിൽ പെടുന്നതാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമുള്ള മൗലികാവകാശം െല്ലാം ലംഘിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പലതരത്തിലുള്ള സർവൈലൻസ് നിങ്ങൾക്ക് ഈ ഭരണഘടനാപരമായി സമരം ചെയ്യുന്ന ആളുകളെ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളെ വലിയ കായികമായി ആക്രമിച്ചുകൊണ്ട് സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആർട്ടിക്കിൾ 19(1) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19(1)(b) റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം. ഇത് രണ്ടും രാജ്യത്തെ പൗരന്മാർക്കുണ്ട് എന്നിരിക്കെ ഇവിടെ നടക്കുന്ന സമരങ്ങളെ അടിച്ചമർത്താനാവില്ല. സർക്കാർ നയങ്ങളെ വിമർശിക്കാനും പ്ലക്കാർഡ് ഉയർത്താനും ഒത്തുകൂടാനും ഓരോ പൗരനും ഭരണഘടനാപരമായ അവകാശമുണ്ട്. പക്ഷേ അതിൽ സമാധാനപരം എന്നൊരു ക്ലോസ് ഉണ്ട്. ആർട്ടിക്കിൾ 92, 93 അതിന് നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 സെക്ഷൻ 20 പ്രകാരം പൊതുസുരക്ഷയ്ക്കായി ഇന്റർനെറ്റ് പോലുള്ളവ താൽക്കാലികമായി നിർത്താനും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഹിമത്ലാൽ കെ ഷാ വേഴ്സസ് കമ്മീഷണർ ഓഫ് പോലീസ് അഹമ്മദാബാദ് എന്ന കേസിൽ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷം പേരും പൊതുതെരുവുകളും തുറസായ സ്ഥലങ്ങളും പൊതുയോഗങ്ങൾക്കും രാഷ്ട്രീയ ആശയവിനിമയത്തിനുമുള്ള പ്രകൃതിദത്ത സ്ഥലമായി അംഗീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ആശയവിനിമയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരം പ്രതിഷേധങ്ങളിൽ കൂടി തന്നെയാണെന്ന് പറയേണ്ടി വരും. ഡൽഹിയിലെ ജന്തർ മന്ദിർ വർഷങ്ങളായി പ്രതിഷേധിക്കാനുള്ള സ്ഥലമാണ്. പ്രതിഷേധത്തിനുള്ള സ്ഥലം എന്ന് തന്നെയാണ് ജന്തർ മന്ദിറിനെ അറിയപ്പെടുന്നതും. എന്നാൽ ചില നിബന്ധനകളുണ്ട് ഇവിടെ. കൃത്യസമയം പാലിച്ച് മാത്രമേ പ്രതിഷേധം പാടുള്ളൂ എന്നാണ്. വിദ്യാർത്ഥി സമരം പക്ഷേ പ്രതിഷേധം ആളിക്കത്തുന്ന രീതിയിലാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ പ്ലക്കാർഡുകൾ ഉയർത്തുന്നതിനെ, മുദ്രാവാക്യം വിളിക്കുന്നതിനെ ഒന്നും തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അടിച്ചമർത്താനാവില്ല. അത് 100% ഭരണഘടനാ അവകാശം തന്നെ.